ഓഗസ്റ്റ് 7 വൈകിട്ട് 7:20 മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ASI എന്നെ വിളിച്ചു പറഞ്ഞു, സർ എയർപോർട്ടിൽ എന്തോ നടക്കുന്നുണ്ട്, ഇതാ ഫ്ലൈറ്റ് ഇതാ സർ, റൺവേ തെറ്റി സർ, ഇത് പോണു സർ, ഇത് സർ വീണു സർ, 2 പീസായി സർ എന്ന് പറഞ്ഞു. ലൈവ് കമന്ററി പോലെ എന്നെ അറിയിക്കുകയാണ്. അബ്ദുൽ കരീം യു IPS 3 പതിറ്റാണ്ടിലേറെ കാലം കേരള പോലീസിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ. കുറ്റാന്വേഷണ രംഗത്തും രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളിലൂടെ പേരെടുത്ത ഓഫീസർ. പറ്റാവുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരുന്നു. ഒരു 5-5:30 മണിയായപ്പോൾ ഒരു കാല് കിട്ടി. അത് ആരുടെയാണ് എന്താണെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ മോളുടെ കാലാണോ എന്ന് സംശയമുണ്ട്. എന്താ കാര്യം? അതിലൊരു പാൽസരമുണ്ട്. കുറി കിട്ടിയിട്ട് ഞാനൊരു പാൽസരം വാങ്ങിക്കൊടുത്താണ് ആ ആഭരണമാണ് കാലിലുള്ളത്. ദീർഘമായ തന്റെ സർവീസ് അനുഭവങ്ങൾ വിവരിക്കുകയാണ് അബ്ദുൽ കരീം യു IPS. ഒരാള് ഹാഫ് ഡോർ തുറന്ന് പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, സാറേ അയമു വിഷം തന്നു. ഏതായമു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരാതെന്ന് പറഞ്ഞ് വിളിച്ചു. ഏതാ നോക്കി തോക്കാടെ വെക്കാന്ന് പറഞ്ഞാൽ ഇയാളെ പിടിക്കാൻ നോക്കുമ്പോൾ അയാൾ വായിൽ നിന്ന് കുറച്ച് വയലറ്റ് നിറത്തിലുള്ള എന്തോ ദ്രാവകം ഒലിക്കുന്നുണ്ട്. കേസന്വേഷണത്തിനിടെയുണ്ടായ സംഭവങ്ങൾ. ജീപ്പിന്റെ ലൈറ്റ് ബ്രൈറ്റ് ആക്കി ഇടാൻ ഡ്രൈവറോട് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു 6.25 അടി ഹൈറ്റുള്ള ഒരാൾ കണ്ടാൽ പേടി തോന്നുന്ന രീതിയിൽ കൈ വയറ് എല്ലാം രക്തമൊലിച്ച് വലത് കൈ ആടി കളിക്കുന്ന രീതിയിൽ ഇടത് കൈയിൽ ശരീരഭാഗങ്ങളും താങ്ങി നടന്നു വരുന്നത് കണ്ടു. പോലീസ് സേവനത്തിനിടെ ഉള്ളുലച്ച സംഭവങ്ങൾ. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല സർ, വിശപ്പില്ല. എന്താ വിശപ്പില്ലാത്തത്? ഞാൻ കുറേ ആലോചിച്ചു സർ. എന്താ ആലോചിച്ചത്? സാറേ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി ഇതാവുമായിരുന്നില്ല. അവനെൻ്റെ കാല് പിടിച്ച് കരയാണ്. അതിവിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സേവാ മെഡലും 100ഓളം ഗുഡ് സർവീസ് എൻട്രികളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ പോലീസ് ഓഫീസറുടെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. 2004 കുന്നംകുളത്തുനിന്ന് എനിക്ക് പയ്യോളിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുകയാണ്. സ്ഥലം മാറ്റം കിട്ടാനുള്ളൊരു കാരണം, അതിൻ്റെ തലേ ദിവസം എന്നെ അന്ന് സുരേഷ് രാജ് പുരോഹിത് സാറാണ് തൃശ്ശൂർ SP. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു, കരീം എന്താ വിശേഷം? സാധാരണ അങ്ങനെ രാത്രി 9 മണിയാകുമ്പോൾ ഒരു വിളിയുണ്ട്. അപ്പോൾ സാധാരണ ചോദിക്കുക, ഏതെങ്കിലും പെറ്റീഷൻ്റെ ഫയൽ നമ്പർ ഏതെങ്കിലും എടുത്തിട്ട് ആദ്യം കുട്ടികളെ വിവരം ബാക്കിയൊക്കെ ചോദിച്ച് ഭക്ഷണം കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ ലോഗിയൊക്കെ ചോദിച്ച് പിന്നെ ഈ നമ്പർ നോട്ട് ചെയ്യേ, എന്നിട്ട് നാളെ അതൊന്ന് എത്തിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും പെൻഡിങ് ഉള്ള ഏതെങ്കിലും പെറ്റീഷനോ കേസോ ഒക്കെ റിപ്പോർട്ട് കൊടുക്കാനുള്ളതാവും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ അത് പോയിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വിളിക്കാവും എന്ന് കരുതി. അങ്ങനെ വിളിച്ച സമയത്ത് നിന്ന് മൊബൈലൊക്കെ വരുന്ന സമയമുള്ളൂ, ലാൻഡ് ഫോണിലാണ് വിളിച്ചത്. ഞാൻ ഫാമിലിയും കൊണ്ട് താമസിക്കുന്ന സമയമാണ്. അങ്ങനെ എന്നെ വിളിച്ച സമയത്ത് എന്താ വിശേഷം? ഒന്നുമില്ല. കുട്ടികളൊക്കെ ഉറങ്ങിയോ? ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു. പിന്നെ ജേക്കബ് ഉണ്ണിസാർ വിളിച്ചിരുന്നു, നിങ്ങളിപ്പോൾ അവിടെ 3 കൊല്ലം തികയാറായില്ലേ? അപ്പോൾ നാദാപുരത്ത് ടോമിന്, എൻ്റെ ബാച്ചിലുള്ളൊരു ടോമുണ്ട്, ടോമിന് അവിടെ എന്തോ ഒരു കുട്ടികളെ ഓടിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ഒരു കുട്ടി കിണറ്റിൽ വീണ് മരിച്ചു. അപ്പോൾ അയാളെ സ്ഥലം മാറ്റണം എന്ന് വലിയ ഒച്ചപ്പാടുണ്ട്. അപ്പോൾ അവിടെ ആ ജില്ലയിലൊന്നും കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ റേഞ്ച് മാറ്റണം എന്നാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് കരീമിനെ നാദാപുരത്തേക്കും ടോമിനെ കുന്നംകുളത്തും പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അന്ന് കരീമിനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാദാപുരത്ത് ഞാൻ ജോലി ചെയ്താണ്, അപ്പോൾ എനിക്ക് അത് വേണ്ട, എനിക്കെന്നാ വേറെ ഏതെങ്കിലും മതി. അത് നിർബന്ധമാണെങ്കിൽ. ഇപ്പോൾ ഡിസംബറിൽ ഞാൻ 2.5 കൊല്ലം എൻ്റെ കുട്ടികൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി ആ 3 മാസം കൂടെ കഴിഞ്ഞാൽ ഈ സമയത്ത് അങ്ങോട്ട് കുട്ടികളെ മാറ്റുക എന്നുള്ളത് എനിക്ക് റിസ്ക് ഉള്ളതാണ്. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാദാപുരം അല്ലാതെ ഏതെങ്കിലും ചെറിയ സ്റ്റേഷൻ കിട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി പറയട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പയ്യോളി പോസ്റ്റിംഗ് ആണ്, ടോമിനെ ഇവിടെ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു. മനസ്സോടെ ഞാനത് സമ്മതിച്ചു. അപ്പോൾ ഞാൻ SP യോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കുട്ടികളെ ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഞാൻ മാറ്റില്ല, ഇവിടെ സ്കൂളിൽ തന്നെ ചേർത്ത് എനിക്ക് അവിടുന്ന് സൗകര്യത്തിനനുസരിച്ച് ഞായറാഴ്ച ഒരു ദിവസം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വരാനുള്ള സൗകര്യം വേണം എന്ന് കൂടെ പറയണം എന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെന്ന് SP പറഞ്ഞു. ഞാനങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ ട്രാൻസ്ഫർ വന്നു. ഞാനവിടെ ടോം ഇവിടെ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ഞാൻ എന്നെ പയ്യോളിയിൽ പോസ്റ്റ് ചെയ്തു.
പയ്യോളിയിൽ പോസ്റ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞ സമയത്ത് അവിടെ മജിസ്ട്രേറ്റ് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റിൻ്റെ എൻ്റെ അടുത്ത് ഞാൻ പോയി. മജിസ്ട്രേറ്റ് പോയ മജിസ്ട്രേറ്റ് പറഞ്ഞു, നാളെ ഹൈക്കോടതി ജഡ്ജി വരുന്നുണ്ട്, അദ്ദേഹം ഇവിടെ ഇൻസ്പെക്ഷന് വരികയാണ്, അപ്പോൾ നമ്മളെ നന്ദി ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവും, അതൊന്ന് തീർത്ത് പയ്യോളി ടൗണിലും ബ്ലോക്കില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് ഞാൻ പറഞ്ഞ്, തോമസ് പി ജോൺ എന്നുള്ള ജഡ്ജാണ്, അപ്പോൾ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളാണ്. അന്ന് ശരി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പിറ്റേ ദിവസം ഞാൻ തന്നെ പോയി അദ്ദേഹത്തെ കണ്ട് പൈലറ്റ് ചെയ്തിട്ട് ബ്ലോക്കില്ലാതെ നന്ദിയും പയ്യോളി ടൗണും കടന്ന് കോടതിയിൽ ഞാൻ എത്തിച്ച്, അദ്ദേഹത്തിനെ അവിടെ എത്തിച്ച് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഒരു സല്യൂട്ടും കൊടുത്ത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ എന്നെ തിരിഞ്ഞു നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, എന്നോട് പിന്നെ ഞാനങ്ങ് പോയി. ഞാൻ വണ്ടി കയറാൻ വന്നപ്പോൾ അവിടുന്ന് അറ്റൻഡർ വന്നിട്ട് പറഞ്ഞു, സാറിനെ ജഡ്ജി വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ ചെന്ന്, അപ്പോൾ ഞാൻ റൂമിൽ ചെന്നപ്പോൾ പറഞ്ഞു, ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്തപ്പോൾ പ്രതിയെ പിടിച്ച ഉദ്യോഗസ്ഥനല്ലേ എന്ന് ചോദിച്ചു. അതെ സാർ എന്ന് പറഞ്ഞു. ആ ശരിയെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ പോരുകയും ചെയ്തു. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു, എന്താ സാർ അത് അദ്ദേഹം തന്നെ പറയുന്നു പറഞ്ഞു. ഞാൻ പക്ഷേ നാളെ പറയാം എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം അവിടുന്ന് ഞാൻ പോന്നു. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വടകര സി ആയിരിക്കുന്ന സമയത്ത്, ഞാൻ 2.5 വർഷം ഈ കുന്നംകുളത്ത് വരുന്നതിന് മുമ്പ് വടകര സി ആയിരുന്നു. അവിടെ SHO സി ആണ് അന്ന്. അത് ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളെ SHO സി ഉള്ളൂ. കേരളത്തിലാകെ 12 പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് കാസർഗോഡ് ടൗണാണ്, ഒന്ന് കോഴിക്കോട് റൂറൽ വടകര, കോഴിക്കോട് സിറ്റിയിലെ കസബ, പിന്നെ മലപ്പുറത്തൊന്നും അതുണ്ടായിരുന്നില്ല, പിന്നെ പാലക്കാടിലെ കസബ, തൃശ്ശൂരിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷൻ. അപ്പോൾ വടകര SHO ആയിരിക്കുന്ന സമയത്ത് ഒരു വൈകിട്ട് ഒരു 4:30 മണിയായപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് ഓഫീസ് ഫോണിലൊരു ഫോൺ വരികയാണ്. CSR അല്ലേ അത്. സാർ, മേലാറ്റൂർ കേസിൽ 7 കൊല്ലമായിട്ട് പിടികെട്ടാപ്പുള്ളിയായിട്ടുള്ള ഒരാൾ, അയാൾ ഇപ്പോൾ ഇന്ന ഹോട്ടലിൽ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യുന്നുണ്ട്, അടുക്കളയിലുണ്ട് എന്ന് പറഞ്ഞു. എന്താ വേഷം? അപ്പോൾ ഒരു കൈയില്ലാത്ത ബനിയനിട്ട് കള്ളിമുണ്ട് കൊടുത്തിട്ട് അയാൾ ഇരിക്കുകയാണ്. അയാൾ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യുകയാണ്. ശരിയാണോ, നിങ്ങളിങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഫോൺ കട്ടാക്കി. ഈ നമ്പർ അന്ന് അയാളൊന്നും കാണാൻ പറ്റിയില്ല, എനിക്ക് നമ്പറും കിട്ടിയില്ല. ഞാൻ വേഗം മഫ്റ്റിയിൽ 2 പോലീസുകാരെ അയച്ചു. ചായ കുടിക്കാനെന്നുള്ള രീതിയിൽ പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരയച്ച് ഒരാൾ വാഷ് ബേസിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിക്കുന്ന രീതിയിൽ ചായയൊക്കെ പറഞ്ഞ് ചായ അവിടെ കുടിക്കുന്നു. ഒരാൾ ഞാൻ നേരെ അടുക്കളയുടെ പുറകിലെ വാതിലിലും നോക്കണം എന്ന് പറഞ്ഞ് വേറെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞു, അങ്ങനെ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യുന്ന ആളുണ്ടോ, പിന്നെ ഇന്ന ബനിയൻ ഇട്ടിട്ടുണ്ടോ, പിന്നെ അടയാള വിവരം ഒരു കാര്യം കൂടെ ഫോൺ ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞിരുന്നു, ഇടത് കൈയിൽ അശോകൻ എന്ന് പേര് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം ഞാൻ ഈ പോലീസുകാരോട് പറഞ്ഞിട്ടാണ് പോലീസുകാരെ അയച്ചത്. പോലീസുകാരെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട്, വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞു ഉണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ വേറെ 2 പോലീസുകാരെയും കൂട്ടി യൂണിഫോമിൽ ഒരാളെ അവിടെ ബാക്കിൽ ഡോറിൽ നിർത്തി, ഒരാളെ എൻ്റെ കൂടെ നിർത്തിയിട്ട്, അപ്പോൾ ക്യാഷ്വൽ ആൾസർ ചായ പറയട്ടെ എന്ന്, ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നേരെ വാഷ് ബേസിൻ്റെ അവിടെ പോകുന്ന പോലെ പോയി പതുക്കെ അടുക്കളയിൽ പോയി. ഞാൻ ഇയാളെ കണ്ട്, നല്ല 6.5 അടി ഹൈറ്റുള്ള ഒരാളാണ്. അയാൾ നേരെ വലത് കൈയിൽ ചിക്കൻ തവി പിടിച്ചിട്ട് ചിക്കൻ ഡ്രൈ ഫ്രൈ ഇങ്ങനെ ചെയ്യുകയാണ്. ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് പോകുന്ന രീതിയിൽ നിന്ന് ആ വലത് കൈ പതുക്കെ പിടിച്ചു. എൻ്റെ കൂടെ പോലീസുകാരുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചു, നാസറ എന്ന് പറഞ്ഞു. നാസറ എന്ന് പറഞ്ഞാലും ഞാൻ നാസറല്ല, ഞാൻ അശോകനാണെന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല, നീ വാ എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെയാണ് കൂട്ടി. അപ്പോൾ പതുക്കെ കൂട്ടിയപ്പോൾ സ്വകാര്യം എന്നോട് പറഞ്ഞു, സാർ വഷളാക്കല്ലേ, നമുക്ക് സ്റ്റോർ റൂമിൽ പോകാം. അങ്ങനെ സ്റ്റോർ റൂമിൽ പോയിട്ട് സ്റ്റോർ റൂമിൽ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ഡ്രസ്സ് മാറ്റിക്കോ എന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റി, സാർ ഫ്രണ്ട് കൂടെ കൊണ്ടുപോകരുത്, ബാക്കിൽ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ബാക്കിൽ കൂടെ പോയി. അപ്പോൾ ക്യാഷിലുള്ള ആൾ വന്ന് എന്താ സാർ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇയാളെന്ന് ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഹോട്ടൽ ഉടമയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോ എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഹോട്ടൽ ഉടമ അവിടെ വന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇയാളൊരു കൊലക്കേസിൽ പ്രതിയാണ് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ അയാൾ സമ്മതിച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ വിവരങ്ങൾ ഞാൻ ചോദിച്ചറിയുന്നേ ഉള്ളൂ എന്ന് വിവരം പറഞ്ഞു. അത് 1996 നടന്നൊരു സംഭവമാണ്. 1996 മണ്ണാർമല ഉള്ള ഈ അനീഫ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറെ അവിടെ പരിസരത്തുള്ള അവരുടെ അയൽവാസികളായ 3 പേര് കൂടി
അവർ പറയാണ് നമുക്കിങ്ങനെ കൊടൈക്കനാലിൽ പോകാനുണ്ട് എന്ന് പറയാണ്. ഹമീദ്, ബാബു, യാസർ ഈ 3 പേരും കൂടെയാണ് വണ്ടി വിളിച്ചത്. വണ്ടി കച്ചവടം, വണ്ടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിനാണ്. അവിടെ വില കുറഞ്ഞ് വണ്ടി കിട്ടും. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലൊക്കെ പോയി പറഞ്ഞ് വിവരം പറഞ്ഞ് അങ്ങനെ പോയി വരാം എന്ന് പറഞ്ഞ് ഒരു 12 മണിയായപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യാണ്. വൈകിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഏതാണ്ട് കൊടൈക്കനാൽ എത്തുന്ന ഭാഗത്ത് അവർ സമയം റെസ്റ്റ് എടുക്കും ബാക്കിയൊക്കെ ചെയ്ത് നിന്ന് പിന്നെ വീണ്ടും അവർ യാത്ര പുറപ്പെടുകയാണ്. രാത്രി വീണ്ടും ഒന്നുകൂടെ കൊടൈക്കനാൽ എത്തുന്നതിന് കുറച്ച് മുമ്പ് അവരൊന്നുകൂടെ റെസ്റ്റ് എടുക്കാൻ ഉറക്കം വരാമെന്ന് പറഞ്ഞ് അവർ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് മയങ്ങാം എന്ന് കരുതി മയങ്ങി. അങ്ങനെ മയങ്ങുന്ന കൂട്ടത്തിൽ ഇവൻ ഡ്രൈവർ ഹനീഫ മയങ്ങുന്നില്ല. അവർ അങ്ങനെ 3 പേരും കൂടെ ആ സമയത്ത് യാസർ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കുറച്ചുകൂടെ ദൂരെ പോയി വേറെ എവിടെയെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ് വണ്ടി ഹനീഫയെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും എടുത്ത് 2 മണിക്കൂർ ഒരു 12 മണിയായപ്പോൾ അവർ വീണ്ടും ഒരു ആളുകളൊന്നും ഇല്ലാത്ത ഒരു ചുരത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവരവിടെ വണ്ടി നിർത്തി മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു ഈ യാസർ. അങ്ങനെ വണ്ടി നിർത്തി മൂത്രമൊഴിക്കാമെന്ന് കരുതിയപ്പോൾ ഹനീഫയും ഒന്ന് പുറത്തിറങ്ങി, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ബാക്കി ബാബുവും ഹമീദും സിഗരറ്റ് വലിക്കും. അവർ 2 ആളും സിഗരറ്റ് കൊണ്ട് കത്തിച്ച് നിനക്ക് വേണമെന്ന് ഹനീഫയോട് ചോദിച്ചു. വേണ്ട എന്നവൻ പറഞ്ഞു. 3 പേരും പുറത്തിറങ്ങിയപ്പോൾ ഹനീഫയും ഒന്ന് പുറത്തിറങ്ങിയിരുന്നു. പുറത്തിറങ്ങിയ സമയത്ത് യാസർ പുറകുന്ന് പോയി അവൻ്റെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന കയറെടുത്ത് കഴുത്ത് മുറുക്കിയിട്ട് നേരെ ബാക്കി ഹമീദും ബാബുവും കൂടെ അതിനെ സഹായിച്ചിട്ട് നേരെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. കൊക്കയിൽ തള്ളിയിട്ട് കാർ അവിടെ തന്നെ നിന്ന് അവർ 5 മിനിറ്റ് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് നോക്കി. ഒന്നും കണ്ടില്ല. അപ്പോൾ വീണ്ടും നോക്കുന്ന സമയത്ത് അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് താഴോട്ട് പോയില്ല. അപ്പോൾ ഇവർ 3 പേരും നേരെ ആ കൊക്കയിലെ ഭാഗത്ത് പൊന്തയൊക്കെ പിടിച്ച് ഇറങ്ങി ഒന്നുകൂടെ താഴെ വന്ന് അവനെ കയ്യിൽ കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. വെള്ളക്കുപ്പി എന്നുള്ള രീതിയിൽ ബാഗിലുണ്ടായിരുന്നു. ആ പെട്രോൾ കരുതിയിട്ട് അത് യാസറിനെ എടുത്ത് നേരെ ഇവൻ്റെ ദേഹത്തൊഴിച്ച് അവിടുന്ന് തീ കത്തിച്ച് നേരെ തള്ളിയിടുകയാണ്. അങ്ങനെ തള്ളിയിട്ടിട്ട് അവർ അവിടുന്ന് താഴെ എത്തി അത് കത്തി എന്നുള്ള ധാരണയിൽ കുറേശ്ശെ ഡ്രസ്സൊക്കെ കത്തിയിട്ട് താഴെ ഇട്ടിട്ട് അവർ മുകളിൽ കയറി. എന്നിട്ട് നേരെ വണ്ടി കുറച്ച് മുമ്പോട്ട് പോയി. 3 പേരെ യാസറാണ് ഓടിച്ചത് എന്നാണ് പറഞ്ഞത്. യാസർ ഓടിച്ച് മുമ്പോട്ട് പോയി പിന്നെ അവർ തിരിച്ച് ഒരു 3 മണിയായപ്പോൾ അവിടെ നിന്ന് മുഖം കൈയൊക്കെ കഴുകി ഒരു പെട്രോൾ ബങ്ക് കയറി മുഖം കൈയൊക്കെ കഴുകിയിട്ട് അവർ നേരെ തിരിച്ച് പെരുന്തൽമണ്ണയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോന്നു. എന്നാൽ കോയമ്പത്തൂർ വഴി പോരാന്ന് കരുതി കോയമ്പത്തൂർ വഴി പോന്നപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഒന്ന് റെസ്റ്റ് എടുത്തു. ആ റെസ്റ്റ് എടുത്ത് പിന്നീട് അവർ വീണ്ടും ഒരു രാവിലെ 6 മണിയായപ്പോൾ ഒന്നുകൂടെ എണീറ്റ് ഫ്രഷൊക്കെ ആയിട്ട് അവർ വീണ്ടും പോരുകയാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ പോന്ന് അവരൊരു വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം അവർ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ ഒരു ടൗൺ ഹാളുണ്ട്. ആ ടൗൺ ഹാൾ റോട്ടിൽ വണ്ടി നിർത്തി. ഒരു അംബാസഡർ കാറായിരുന്നു. ആ കാറ് നിർത്തി അവർ അതിനു മുമ്പ് അവർ ആ വാഹനത്തിലെ വണ്ടി RC ബുക്കൊക്കെ ഒന്ന് പരിശോധിച്ചു. RC ബുക്ക് അവർ പരിശോധിച്ചപ്പോൾ ആ വണ്ടിയുടെ ഒറിജിനൽ RC ഇല്ല, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വണ്ടി തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇവനെ കൊന്നിട്ട് ഈ വണ്ടി തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് RC ബുക്ക് വണ്ടി വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് RC ബുക്ക് മാറ്റി അവർ ഡ്യൂപ്ലിക്കേറ്റ് RC ഉണ്ടാക്കുന്ന ടീമുകളുണ്ട്. കുറച്ച് പൈസ എന്തെങ്കിലും കിട്ടും, തൽക്കാലം അവരത് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിനാണ് കാറ് വിളിച്ച് കൊണ്ടുവരുന്നത്. അവിടെ ഇവനെ തള്ളിയിട്ട് കൊന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുള്ളൂ. അങ്ങനെ ആയപ്പോൾ അവർ മടങ്ങിപ്പോരുകയാണ്.
അങ്ങനെ മടങ്ങിപ്പോന്ന് വൈകിട്ടൊരു 4 മണിയായപ്പോൾ തിരിച്ചെത്തി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവർ വന്ന് മണ്ണാർമല നേരെ അവർ വീട്ടിലേക്കൊന്നും പോകാതെ, ഇവൻ്റെ വീട്ടിലേക്കും പോകാതെ, ഇവൻ സാധാരണ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകാതെ പെരിന്തമണ്ണ ടൗൺ ഹാളിൻ്റെ പരിസരത്തുള്ള റോട്ടിൽ ഈ വണ്ടി പാർക്ക് ചെയ്ത് നിർത്തി. അങ്ങനെ പാർക്ക് ചെയ്ത് നിർത്തി രാത്രി അന്ന് അവരൊരു സെക്കൻഡ് ഷോക്ക് ഒരു സിനിമാ തിയേറ്ററിലൊക്കെ കണ്ട് അവർ ഒരു 2 മണിയായപ്പോൾ 3 പേരും അവരുടെ വീടുകളിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവർ സാധാരണ പോലെ ഒന്നും അറിയാത്ത രീതിയിൽ അവർ മറ്റുള്ള അവരുടേതായ ചുറ്റുപാടിലേക്ക് അവർ പോയി. അതിൽ യാസർ എഴുന്നേറ്റ് രാവിലെ ചായക്കടയിലൊക്കെ പോയി ഒരു ചായയൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. പിന്നെ അമീദും ബാബുവും അവർ അങ്ങനെയൊന്നും പോയില്ലെങ്കിൽ അവർ ഒരു 8 മണിയായപ്പോൾ പുറത്തിറങ്ങി. ഇയാളുടെ ഉമ്മ, മരണപ്പെട്ട ആളുടെ ഡ്രൈവറുടെ ഉമ്മ അവരെ അന്വേഷിച്ച് വന്നപ്പോൾ മകനെ കാണാനില്ല എന്ന്, 2 ദിവസമായിട്ട് വന്നില്ലല്ലോ, ഇവർ വന്നൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പീടികയിലെ ആൾക്കാർ പറഞ്ഞു, യാസർ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു. യാസർ വന്നവർ യാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഹനീഫ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് യാസർ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരോട് എന്നാൽ അവിടെ വീട്ടിലെത്തിയിട്ടില്ലല്ലോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കട്ടെ എന്ന് ഇയാൾ പറഞ്ഞു. ഈ വിവരം ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞു. എത്തിയിട്ടില്ല എന്നുള്ള വിവരം ഇവർ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പരസ്പരം ഇവർ സംസാരിച്ചിട്ട് അവർ 3 പേരും വീട്ടിൽ പോകാതെ പിന്നെ അബ്സ്കോണ്ടിങ് ആയി, അവർ മുങ്ങി. പിന്നീട് ഉമ്മ വീണ്ടും അന്വേഷിച്ച് മറ്റവരെ വീട്ടിൽ പോയപ്പോൾ അവർ വീട്ടിലില്ല എന്ന് പറഞ്ഞ് വീണ്ടും അന്വേഷിച്ചു. കാണാനില്ല എന്ന് വിവരം പറഞ്ഞപ്പോൾ വീണ്ടും യാസറിൻ്റെ വീട്ടിൽ പോയപ്പോൾ യാസറിനെ കാണാനില്ല. എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ അവനെ കാണാനില്ലാത്തതുകൊണ്ട് ബാക്കി എൻ്റെ മകനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അന്വേഷണമായി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അതുണ്ടാവും, അവർ ഇവിടെ എവിടെ പോയിട്ടുണ്ടാവും, രാവിലെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കൂട്ടുകാരൊക്കെ പറഞ്ഞ് രാവിലെ ഒരു 10 മണിയായപ്പോൾ പിന്നീട് സംസാരം വന്നു. ഒരു വാഹനം പെരിന്തൽമണ്ണ ടൗൺ ഹാളിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ആ വാഹനം ഏതാണ് എന്ന് ടാക്സിക്കാർ വിളിച്ച് അന്വേഷിച്ചപ്പോൾ മണ്ണാർമേലുള്ള ടാക്സിക്കാരുടെയാണ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ടാക്സിക്കാർ മണ്ണാർമേലുള്ള ടാക്സിക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അത് ഇന്ന ആളുടെ വാഹനമാണെന്ന് മനസ്സിലായി. അങ്ങനെ വീട്ടുകാർ ഇത് അറിയാണ്. അപ്പോൾ പോയ ഈ 3 പേരെയും കൂടെ പോയ 3 പേരെയും കുറിച്ച് അന്വേഷിച്ചു. അവർ 3 പേരെയും കാണാനില്ല. ഹനീഫയെ കാണാനില്ല എന്നുള്ള വിവരം വെച്ചിട്ട് ഉമ്മ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് അവിടെ മാൻ മിസ്സിങ് എന്നുള്ളതിന് കേസ് രജിസ്റ്റർ ചെയ്തു. കൂടെ പോയ ആളുകൾ ഇന്ന ആളുകളാണ് എന്നും അതിൽ പേരുണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ യാസർ ഒഴികെയുള്ള 2 പേരെ പോലീസ് അവരെ അന്വേഷിച്ചു, പിന്നെ അവരെ കണ്ടെത്തി ചോദ്യം ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ വാഹനം അവിടെ എത്തിച്ച് ഞങ്ങൾ ബസ്സിന് തിരിച്ചു പോന്നു, യാസറാണ് പിന്നെ ഹനീഫയുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് അവർ പറഞ്ഞു. യാസറിനെ അന്വേഷിച്ചു, പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ ഈ 2 പേർ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയാത്തതുകൊണ്ട് അതിങ്ങനെ അന്വേഷിച്ച് ഇവർ വീണ്ടും പോലീസ് അവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അവർ കൊടൈക്കനാൽ വരെ ഇതും വെച്ചിട്ട് പോയി എന്ന്, കാറും കൊണ്ട് പോയി എന്നും ഇന്നതാണ് സംഭവം എന്നൊക്കെ പോലീസിനോട് അവർ വിവരിച്ചു കൊടുത്തു. അങ്ങനെ വിവരിച്ചു കൊടുത്തപ്പോൾ അവിടെ ഈ പോലീസ് അത് ഇവർ അവിടെ ഇവനെ പിന്നെ കഴുത്തിൽ കയറിട്ട് മുറുക്കി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയിട്ടാണ് അവർ പോന്നിട്ടുണ്ടായിരുന്നത്. ഈ വിവരം പോലീസിനോട് പറഞ്ഞ് പോലീസ് അവിടെ പോയി അവൻ്റെ ബോഡിയൊക്കെ കിട്ടി. അത് അപ്പോൾ അവിടുത്തെ പോലീസ് അപ്പോഴേക്കത് ആളെ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ബോഡിയായി കണ്ട് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി മറവ് ചെയ്തിരുന്നു. പിന്നീട് ഇവിടുത്തെ പോലീസ് പോയി അത് രണ്ടാമത് ഈ കേസിൽ ഉൾപ്പെട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പ്രതികളെ കൊണ്ടുവന്ന് പിന്നീട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാൽ അതിൽ യാസർ എന്ന് പറഞ്ഞ ആളെ പിടിക്കപ്പെട്ടില്ല. 2 പേരെ പോലീസ് പിടിച്ചു, ഒരാളെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ആളെ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ആണ് പിന്നീട് ഇതേപോലെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വടകരയിൽ ഉള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഹനീഫയെ കൊന്ന ആളാണ് ഈ യാസർ എന്ന് പിന്നീട് വിവരം കിട്ടിയിട്ട് പിന്നീട് പിടിക്കപ്പെട്ടത്. യാസർ അശോകൻ എന്ന് പച്ച കുത്തി അവൻ അശോകൻ എന്നുള്ള പേരിലാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. പോലീസ് അവനെ
ആ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ കഥകളൊക്കെ അവൻ പറയാണ്. അപ്പോൾ 7 കൊല്ലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഇത് 2 പേരെ പോലീസ് പിടിക്കുകയും പിന്നെ ഇവൻ അന്ന് തന്നെ ഒറ്റയടിക്ക് ട്രെയിൻ അങ്ങ് കയറി അങ്ങാടിപ്പുറത്ത് നിന്ന് മേലാറ്റൂരിൽ നിന്ന് ഷൊർണൂർ പോയി, ഷൊർണൂരിൽ നിന്ന് നേരെ കിട്ടിയ ട്രെയിനിൽ ബോംബെയിലെത്തി പല ജോലികളും ചെയ്ത് പിന്നെ അവനെന്തോ അസുഖം വന്നു, ചിക്കൻ ബോക്സോ മറ്റോ വന്നു. പിന്നെ ഹോട്ടലിൽ ജോലി ചെയ്തു. അങ്ങനെ പിന്നെ ആരോ പറഞ്ഞു ഇവരൊക്കെ ഇവിടെ പിടിക്കുകയും ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്, പോലീസ് തിരഞ്ഞു വരുന്നുണ്ട് എന്ന് പത്രത്തിൽ അവിടെ ഇങ്ങനെ വരും. ആ വിവരം കിട്ടുമ്പോൾ അവിടുന്ന് നേരെ കിട്ടുന്ന ഹോട്ടൽ പണിയും ആണ് കാര്യമായിട്ട് ചെയ്തിരുന്നത്. ആ വിവരം അവന് കിട്ടിക്കഴിഞ്ഞാൽ ഈവനിങ് പത്രത്തിൽ അവിടെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് അവൻ ആരോടും പറയാതെ അവൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ആ ഹോട്ടലിൽ നിന്ന് അവൻ മുങ്ങിപ്പോവും. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ മാറി നിൽക്കുകയാണ്. പോലീസിൻ്റെ ആക്ഷനൊക്കെ അവൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് പിന്നെ അവനൊരു അസുഖം വന്ന് പിന്നെ പനി, മഞ്ഞപ്പിത്തമാണ് പിടിച്ചത്. മഞ്ഞപ്പിത്തം പിടിച്ച് പിന്നെ അതിന് ആശുപത്രിയിൽ കിടന്നു. പിന്നെ ചികിത്സിക്കാൻ കൂടുതൽ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പറഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെ അവൻ കിഡ്നി ആരോ പറഞ്ഞു വിറ്റാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. 50,000 രൂപയ്ക്ക് അവൻ കിഡ്നി വിറ്റു. അത് കഴിഞ്ഞിട്ടാണ് 1.5 കൊല്ലം ആയി പിന്നെ വടകര വന്നിട്ട് അവൻ ജോലി ചെയ്യാണ്. വടകര വന്ന് അത് ബോംബെയിൽ നിന്ന് തന്നെ അവൻ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു, അശോകൻ എന്നുള്ള പേരും വെച്ചിട്ട്. അങ്ങനെ ചോദ്യം ചെയ്ത് സമയത്ത് അവൻ പറഞ്ഞത് 1.5 കൊല്ലമായി ഞാൻ വടകരയിൽ 2-3 ഹോട്ടലിൽ ജോലി ചെയ്തു. ഈ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ 6 മാസമായി. ഈ 6 മാസത്തിനിടക്ക് നിനക്ക് പിന്നെ ഏതെങ്കിലും രീതിയിൽ പോലീസുമായിട്ട് ബന്ധമോ സംശയമോ നിനക്ക് സറണ്ടർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു വെച്ചപ്പോൾ സറണ്ടർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ പോലീസ് കണ്ടെത്തുമ്പോൾ ഹാജരാവാം എന്നുള്ള നിലക്കാണ്. അതിന് ഞാൻ കിഡ്നിയും വിറ്റ് എൻ്റെ ആരോഗ്യമൊക്കെ പോയി, ജീവിതം പോയി, എന്തായാലും ഇനി ഞാൻ ഹാജരാവാതിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ധൈര്യം കിട്ടിയില്ല എന്ന് കരുതി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെയോ എന്നുള്ള കഥ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ സാൻഡ് ബാഗ്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് വടകരയിൽ. വടകര കോസ്റ്റൽ ഏരിയയാണ്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അവരുടെ റെസ്റ്റ് ഹൗസായിരുന്നു. അവിടെ പോലീസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള റിട്ടയർമെൻറ്റ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 തവണ ഈ ഹോട്ടലിൽ നിന്ന് സപ്ലയറായിട്ട് വന്ന് പോലീസിനും അവൻ ഭക്ഷണം വിളമ്പിയ കഥയും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ നമ്മൾ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി. വിവരം ഈ കേസ് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലെ കേസ് പിന്നീട് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു. അന്ന് ചാക്കീർ അബൂബക്കർ എന്ന് പറയുന്ന DSP ആണെന്ന് അന്വേഷിച്ചിരുന്നത്. ആ മെസ്സേജ് നമ്മൾ കൊടുത്തു. അദ്ദേഹം ടീമൊക്കെ പിറ്റേ ദിവസം അന്ന് രാത്രി അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾ അവനെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയ സ്ഥലത്തുനിന്ന് അവിടുത്തെ ക്രൈംബ്രാഞ്ച് പോലീസ് വന്ന് അവനെ കസ്റ്റഡിയിൽ വാങ്ങി പിന്നെ ചോദ്യം ചെയ്തു. ആ കേസ് പിന്നീട് വിചാരണയ്ക്ക് വന്ന് ഈ കേസിൽ പിന്നെ അവന് വിചാരണ നടന്ന് ഇവന് അത് ജീവപര്യന്തമാണ് ശിക്ഷ കിട്ടിയത്. ഈ വിചാരണ വന്ന സമയത്ത് മഞ്ചേരി സെഷൻസ് കോടതിയിൽ ഞാൻ എവിഡൻസ് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരെയും മറ്റുള്ള കേസിൻ്റെ അന്വേഷണമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഇവൻ അറസ്റ്റ് ചെയ്ത ഭാഗം മാത്രമേ ഉള്ളൂ. 7 കൊല്ലമായിട്ട് ഇവൻ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കേസിൽ ക്രൈംബ്രാഞ്ചിന് കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിചാരണയ്ക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ഷന് പയ്യോളി കോടതി JFCM കോടതി ഇൻസ്പെക്ഷൻ വന്ന ഹൈക്കോടതി ജഡ്ജ് തോമസ് B. ജോൺ, അദ്ദേഹം മഞ്ചേരി സെഷൻ ജഡ്ജായിരുന്ന സമയത്താണ് ഈ കേസിൻ്റെ വിചാരണ വന്നത്. ആ വിചാരണ ചെയ്ത സമയത്ത് എൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇയാളെ പിന്നെ ഒളിവിലുണ്ടായിരുന്ന പ്രതിയെ കണ്ടെത്തി ഈ കേസിലേക്ക് അറസ്റ്റിന് വേണ്ടി സഹായിക്കുന്ന രീതിയിൽ ഞാനൊരു അറസ്റ്റ് ചെയ്യുകയും സുമോട്ടോ ആയിട്ട് 41 വകുപ്പ് പ്രകാരം CRPC 41 പഴയ CRPC പ്രകാരമാണ് 41 പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് അതിൻ്റെ ഫയലുകളൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തെളിയിക്കൽ എൻ്റെ ഭാഗമാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യുക മറ്റേ കേസിലേക്ക് വേണ്ടി സഹായിക്കാനുള്ള ഒരു അറസ്റ്റ് ഇവിടെ ഞാൻ നടത്തി എന്നുള്ളതാണ് എൻ്റെ ഭാഗം. അത് വിചാരണ ചെയ്തപ്പോൾ അവളെ ക്രോസ് ചെയ്യുന്ന വക്കീൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങളിങ്ങനെ അടുക്കളയ്ക്ക് വരുമ്പോൾ ഈ പ്രതി എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയാൾ വലത് കയ്യിൽ തവി പിടിച്ച് ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ജഡ്ജി ചോദിച്ചു എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ വലത് കയ്യിൽ തവി പിടിച്ചിട്ട് അയാൾ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യായിരുന്നു.
അയാൾ വേഷം എന്തായിരുന്നു? വേഷം ഒരു നീല ടീഷർട്ട്, കയ്യില്ലാത്ത ടീഷർട്ടായിരുന്നു. അത് ഒരു കയ്യിൽ മുണ്ടുണ്ടായിരുന്നു, ഡാർക്ക് കളറ്, അത് മടക്കി കുത്തിയിട്ടുണ്ടായിരുന്നു. ഇടത് കയ്യിൽ അശോകൻ എന്ന് പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. ശരി, അത് രേഖപ്പെടുത്തി. അപ്പോൾ വക്കീൽ ചോദിച്ചു, ഇത് നിങ്ങൾ കേസിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കോടതിയിൽ കള്ളം പറയല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ സോമോട്ടോയിട്ട് രജിസ്റ്റർ ചെയ്ത FIRൽ ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജി നോക്കി. ജഡ്ജി പറഞ്ഞു, ഇതിനകത്തുണ്ട്, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ഈ ഒരു ഓർമ്മ വെച്ചിട്ടാണ് അന്ന് ഞാൻ പയ്യോളിയിൽ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ഒരു 10 കൊല്ലത്തിലധികം കഴിഞ്ഞതിന് ശേഷം 2005 9 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി ജഡ്ജി വന്ന സമയത്ത് അദ്ദേഹം ഓർത്തത് എന്നെ തിരിച്ചറിഞ്ഞു മാത്രമല്ല ആ കേസും ഓർത്തത് ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ പ്രതിയെ പിടിച്ച ആളല്ലേ എന്നുള്ളത്. ഞാൻ അന്ന് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസ് ഒരു പര്യവസാനം ഉണ്ടായി. അതുവരെ കേസ് കുറ്റപത്രം കൊടുക്കാതിരിക്കുകയായിരുന്നു. പിന്നീട് ആ കേസിൽ അയാളെ ശിക്ഷിക്കുകയും അയാൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ കിട്ടിയത്. ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് പിന്നീട് അയാൾ ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരാൾ ഹാഫ് ഡോറ് തുറന്ന് പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, സാറേ അയമു വിഷം തന്നു. ഏതായമു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാറാവെന്ന് പറഞ്ഞ് വിളിച്ചു. പാറാവ് വരുന്നപ്പോൾ തോക്കും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ശ്രദ്ധിക്കാതെ അയാളവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അയാളെ അടുത്ത് വരും എന്ന് അയാൾ പ്രതീക്ഷിച്ചു. പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഏതാന്ന് നോക്കി തോക്കാടെ വയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഇയാളെ പിടിക്കാൻ നോക്കുമ്പോൾ അയാൾ വായിൽ നിന്ന് കുറച്ച് വയലറ്റ് നിറത്തിലുള്ള എന്തോ ദ്രാവകം വലിക്കുന്നുണ്ട്.